ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകൾ നമ്മുടെ ഇന്നത്തെ അത്താഴത്തിനുള്ള അടുക്കളയിലെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാനല്പം മീനൊക്കെ വാങ്ങിയാണ് വന്നത്. അങ്ങനെ കെട്ടിയോള് മീനൊക്കെ വെട്ടി കഴുകി കറിയാക്കി കുറച്ച് വറക്കാനൊക്കെ എടുത്തു വെച്ചു. ഉച്ചക്കത്തെ കറികൾ വല്ലതും ബാക്കിയുണ്ടെന്ന് വെച്ചപ്പോൾ പരിപ്പ് കറി ഉണ്ടെന്ന് പറഞ്ഞു, കുറച്ച് ബീറ്റ്റൂട്ട് തോരനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചൂടാക്കാൻ പറഞ്ഞു. എല്ലാം ചൂടാക്കി മീൻ വറുത്ത് മത്തി നല്ല അടിപൊളിയായിട്ട് നല്ലൊരു മുളക് കറിയാക്കി വെച്ചു. എനിക്ക് പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് അല്പം പരിപ്പ് കറി രാത്രിത്തേക്ക് വെച്ചതാണത്. കെട്ടിയോളോട് മീൻ നല്ലതായിട്ട് മൊരിക്കണം എന്ന് പറഞ്ഞതിനിതാ കെട്ടിയോൾ ഇങ്ങനൊരു മൊരിപ്പങ്ങ് മൊരിച്ചു വെച്ച്. ഇതല്പം കൂടിപ്പോയോ എന്നെനിക്കൊരു സംശയം. അങ്ങനെ മീൻ ഞാൻ മേടിച്ച് വറക്കാമെന്ന് പറഞ്ഞ് ഞാനും കൂടെ സഹായിച്ചു. ഞാനൊക്കെ ഇങ്ങനെ വല്ലപ്പോഴുമാണ് ഈ അടുക്കളയിലൊക്കെ ഇങ്ങനെ കയറി സഹായിക്കുന്നതൊക്കെ. എന്നാലും ഇതൊക്കെ ഒരു രസമാണ്. ഇങ്ങനെ അടുക്കളയിൽ ഭാര്യയുമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ പണിയിലൊക്കെ അല്പം അവരെ സഹായിക്കുന്നതൊക്കെ. അങ്ങനെ ബാക്കി വന്ന മങ്കടയാണോ അതോ വങ്കടയാണോ അറിയത്തില്ല. ഞാനെങ്കിൽ ഇതിനെ മങ്കട എന്നാണ് വിളിക്കാറ്. മങ്കടയുടെ തലയും 2 മത്തിയുടെ പീസും ഞാനിങ്ങനെ വറക്കാനിട്ടു. വറ്റലമുളകും പിരിയൻ മുളകും മല്ലിയും കൂടെ ചേർത്ത് മൂപ്പിച്ച് നല്ല അരപ്പ് ചേർത്ത നല്ല കിടിലൻ മത്തിക്കറിയാണ് നമ്മളിതാ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ മീൻകറി ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ഇത് ഇന്ന് കഴിക്കരുത്, ഇത് പിറ്റേ ദിവസമാണ് ഇത് കഴിക്കേണ്ടത്. ഇതിൽ വേറെ സ്പൂണുകളൊന്നും ഇടാൻ പാടില്ല. ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് അടിപൊളിയായിട്ട് പഴങ്കഞ്ഞി കൊടുത്ത് കഴിക്കണം. എൻ്റെ അമ്മോ, എന്താ രുചി! അങ്ങനെ അത്താഴമൊക്കെ എല്ലാം റെഡിയായി, ഇനി കഴിക്കണം. അതിന് ഭാര്യ എല്ലാവർക്കും വിളമ്പുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. വീട്ടിലെ ഓരോരുത്തരും അടുക്കളയിലും മുറിയിലും തിണ്ണയിലുമൊക്കെ ഇരുന്ന് അങ്ങ് കഴിക്കും. മീനിൻ്റെ മൊരിച്ചിൽ അല്പം കൂടിപ്പോയോ എന്നെനിക്കൊരു സംശയം. ഇനി ഇതെല്ലാം ആസ്വദിച്ചൊന്ന് കഴിക്കണം. ഭാര്യ എനിക്കും വിളമ്പി കൊണ്ടുവന്നു. ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷമൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ. ചെറിയ കൊച്ചു ജീവിതമാണെങ്കിലും അതങ്ങ് ആസ്വദിച്ച് ജീവിക്കണം. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ അത്താഴ കാഴ്ചകൾ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി വരും വരെ ബായ്.